സർ, നമ്മുടെ ക്ലാസ് റൂമില് പലപ്പോഴും അധ്യാപകരും രക്ഷിതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളെ പണ്ട് കാലത്ത് അടിച്ചാണ് പഠിപ്പിച്ചത്, സാർ അതുപോലെ പഠിപ്പിക്കും, അതുപോലെ പഠിപ്പിച്ചാൽ എല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കുന്ന കുറെ രക്ഷിതാക്കളുണ്ട്, കുറച്ചെങ്കിലും അധ്യാപകരും ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് വിദ്യാർത്ഥികളോട് സൗഹൃദം ഭാവിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് കൂടുതൽ പ്രാക്ടിക്കൽ ആവുക. അപ്പോൾ ഞാൻ സ്കൂളിലെ കമാൻഡറാണ് അല്ലെങ്കിൽ ഞാൻ ക്ലാസ് റൂമിലെ അധ്യാപകരാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ചെങ്കിലും അധ്യാപകരുണ്ടാകും. അവര് ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളെ ഉൾക്കൊള്ളുമെന്ന്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ പോലും പറയുന്നത് അവർ അടിച്ചാലേ സാറ് ശരിയാവുള്ളൂ എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയൊക്കെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ചെങ്കിലും പേര്, അവരൊക്കെ എങ്ങനെ ഈ രീതിയെ ആക്സെപ്റ്റ് ചെയ്യും എന്നാണ് സാറ് വിചാരിക്കുന്നത്? അവിടെ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും. അത് രക്ഷിതാവ് എന്ന രീതിയിൽ ഒരുപക്ഷെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടാം, ഒരു അധ്യാപക രീതിയിൽ കുട്ടികളുടെ മനസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടാം. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവർ ജീവിക്കുന്നത് അറിവിന്റെ മഹാസാഗരത്തിലാണ്. അവരുടെ എല്ലാ വിവരങ്ങളും, നമ്മളിപ്പം എന്താ പറയാ, നമ്മൾ ഉക്രൈൻ യുദ്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇറാനിൽ ഇസ്രായേൽ ഇട്ട ബോംബിനെ കുറിച്ച് നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ അവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്ന ഒരുപക്ഷെ ഉക്രൈനിൽ അവരുടെ സുഹൃത്ത് പറഞ്ഞു കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇറാനിലെ അവർക്ക് ഇന്റർനാഷണൽ കണക്ഷൻസ് ഉണ്ട്, അവർ ഗ്ലോബലി കണക്റ്റഡ് ആണ്, അവർ വിഷ്വൽ ലേണേഴ്സ് ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു വടിയും കഷത്തിലൊരു ബുക്കും കയ്യിലൊരു ചോക്കും പിടിച്ച് ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ അവർ എന്താ പറയാ, ഈ കുട്ടികളുടെ മുന്നിൽ ഈ അധ്യാപകൻ ഇളിഭ്യനായി പോകുന്ന അവസ്ഥ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാലാനുസൃതമായി നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജീസ് മാറ്റണം, മെത്തഡോളജീസ് മാറ്റണം, കുട്ടികളുടെ അപ്രോച്ച് മാറ്റണം. രക്ഷിതാക്കളായാലും പഴയ ഒരു കാലത്തും നമുക്ക് ആ ബേബി ബൂമേഴ്സിന്റെ കാലഘട്ടത്തിൽ അടി നല്ലൊരു മാർഗമായിരുന്നു, കാരണം അവർ ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വടിയെടുത്ത് ഒരു കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാം അല്ലെങ്കിൽ അവനെ അതിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞൊരു വിഡ്ഢിത്തമാണ്. കാരണം അങ്ങനെയല്ല അവരെ മാറ്റേണ്ടത്, അവരെ മനസ്സ് അങ്ങനെയല്ല. അപ്പം അവിടെ നിന്ന് അവരെ മാറ്റണമെങ്കിൽ അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവര് എന്തുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല? കാരണം അവർക്കറിയാം ഇതിനേക്കാൾ മനോഹരമായ ഒരു ക്ലാസ് അവരെയും വെയിറ്റ് ചെയ്ത് ഓൺലൈനിലുണ്ട്, അവർക്കത് സ്വീകരിക്കാം. അങ്ങനെ ഒരുപാട് കണ്ടന്റ് നൽകുന്ന അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നും അവർക്ക് ക്ലാസ്സുകൾ മനോഹരമായി വളരെ എനർജറ്റിക് ആയി കിട്ടുമ്പോൾ എന്തിന് ഈ വളരെ പാസീവായ ഈ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയ യാതൊരുവിധ എന്താ പറയാ വൈബ്, അവരുടെ ഭാഷയിൽ പറഞ്ഞു വൈബും ഇല്ലാത്തൊരു ക്ലാസ് ശ്രദ്ധിക്കണം എന്നവർ സ്വയം ആലോചിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നിസ്സഹകരിക്കും, ഒരു നിസ്സംഗത അവരുടെ മുഖത്തുണ്ടാവും. അപ്പൊ അവരെ മനസ്സിലാക്കണം, ഒരു അധ്യാപക രീതിയിലും രക്ഷിതാവെന്ന രീതിയിലും ഈ ഒരു തലമുറയെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഞാനും ഈ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇത് അധ്യാപകർക്ക് മാത്രമല്ല, ഈവൻ സൈക്കോളജിസ്റ്റുകൾക്ക്, അതിന് പുറമെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികളുടെ മാറ്റം അവരിൽ അറിയേണ്ടത് അല്ലെ? എന്താണ് സാറിന്റെ അഭിപ്രായം? തീർച്ചയായും ഇത് ആൽഫ ജനറേഷനെ ഡീല് ചെയ്യുന്ന എല്ലാവരും വായിച്ചിരിക്കണം. അത് കുടുംബങ്ങളിൽ രക്ഷിതാക്കളായിരിക്കണം, സ്കൂളുകളിൽ അധ്യാപകർ വായിക്കണം, ഇത്തരത്തിലുള്ള എംപ്ലോയീസ്. അവര് ഇനി ഈ ആൽഫ ജനറേഷനാണ് ഒരുപക്ഷെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പൊ അവിടെയും ഇവരെ ഡീൽ ചെയ്യുന്ന എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഇതിന്റെ ആദ്യ ഭാഗം കൃത്യമായി ഈ ഒരു തലമുറയുടെ പ്രത്യേകതകളാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ആ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ തൊഴിലിടങ്ങളിൽ അവരോടുള്ള ഡീലിങ്സിൽ അവരോടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് മാറ്റാൻ കഴിയും, അവരെ മനസ്സിലാക്കാൻ കഴിയും, അവരെ ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ പുസ്തകം എല്ലാ വിഭാഗം ആൾക്കാർ, ഇത് അധ്യാപകർക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റു ഭാഗങ്ങൾ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉണ്ട്, ടീച്ചിങ് മെത്തഡോളജീസ് ഉണ്ട്, ക്ലാസ് റൂം ഇന്ററാക്ഷൻ. അപ്പൊ അത് എല്ലാം നമ്മൾ പണ്ട് മുതൽ അധ്യാപകർ പിയാഷിയുടെയും ബ്രൂണറിന്റെയും ഒക്കെ തിയറീസ് പഠിച്ചു. പക്ഷെ അതിനൊക്കെ കാലോചിതമായ ഒരു പരിവർത്തനം വേണം, അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്തിന് പുതിയ ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ് വേണ്ടത്. അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം പ്രധാനമായും അധ്യാപകർക്കാണ് എങ്കിലും അത് രക്ഷിതാക്കൾക്കും മനഃശാസ്ത്രജ്ഞന്മാർക്കും കൗൺസിലേഴ്സിനും ബിസിനസ്സുകാർക്കും എല്ലാവർക്കും വായിക്കാവുന്നതാണ്. വായിച്ചാൽ അതിന്റെ ഗുണം അവർക്കുണ്ടാവും. അവരുടെ ഈ ആൽഫ ജനറേഷനുള്ള അവരുടെ ഡീലിങ്സിൽ അവർക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഓക്കെ, എനിക്ക് അത് വായിച്ചപ്പോ തോന്നിയത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികള് മഴ പെയ്തു കഴിഞ്ഞാൽ കളക്ടറോട് ഇന്ന് അവധി തരുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളാണ്.
പലപ്പോഴും സ്കൂളിലേക്ക് വരുവാൻ മടിയുണ്ട് അവർക്ക്. ആ മടി മാറ്റിയിട്ട് ഇന്ന് അവധി തരല്ലേ കളക്ടറെ, ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം, സ്കൂൾ ഒരു ഉത്സവ അന്തരീക്ഷം പോലെ കാണുന്ന രീതിയിലേക്ക് കുട്ടികളെ മാറ്റാൻ കഴിയുന്ന കുറെ കാര്യങ്ങളെങ്കിലും എനിക്ക് ആ പുസ്തകത്തിൽ കാണാൻ സാധിച്ചു. അപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ ആവശ്യം. കുട്ടികൾ കലാലയത്തിലേക്ക്, ക്യാമ്പസിലേക്ക് സാറിനെ കാണുവാൻ, അധ്യാപകനെ കാണുവാൻ, പഠിക്കുവാൻ ആവേശത്തോടു കൂടി വരുന്ന ഒരു കാലം. അത് അല്ലേ സാർ ഈ പുസ്തകത്തിൽ വിഭാവനം ചെയ്യുന്നത്? യെസ്, തീർച്ചയായും. ഇപ്പോ അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ മഴ വരണേ, കളക്ടർ അവധി പ്രഖ്യാപിക്കണേ എന്നൊരു കുട്ടി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അധ്യാപകർ അവിടെ പരിഹാസ്യരാവുകയാണ്. കാരണം എന്തുകൊണ്ട് കുട്ടിക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയുന്നില്ല? അവരിങ്ങനെ ഓടി കുതിച്ച് ആ ആവേശത്തോടെ സ്കൂളിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് ഏത് ഉത്സവം പുറത്തുണ്ടെങ്കിലും നമ്മുടെ സ്കൂളാകുന്ന ഒരു ഉത്സവത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സ്കൂളുകൾ മാറും, നമ്മുടെ അധ്യാപകർ മാറുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. പക്ഷെ അത് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ അതിന്റെ യഥാർത്ഥ അർത്ഥതലത്തിൽ അത് പ്രാവർത്തികമാക്കിയ തീർച്ചയായും നമ്മുടെ സ്കൂളുകൾ വർണ്ണാഭമാവും. അവിടേക്ക് കുട്ടികൾ മഴ വരരുതേ, കളക്ടർ അവധി പ്രഖ്യാപിക്കരുതേ എന്ന് പറയുന്ന രീതിയിൽ മാറും എന്ന് യാതൊരു സംശയമില്ല. നമ്മുടെ സ്കൂളില് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീരീഡ് ഏതെന്ന് ചോദിച്ചാൽ PT പീരീഡ് ആണ്, ഡ്രിൽ പീരീഡ് അല്ലെ. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടത് ഇഷ്ടപ്പെടുന്നു? അവർക്ക് പുറത്തു പോകാം, കളിക്കാൻ അവസരം കിട്ടും. അതെ, അവര് കളിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ഡ്രില്ലിന് പോകുന്നത് അവര് കളിക്കാൻ പോകുമ്പോൾ ഡോപ്പമിൻ, ആ ഒരു ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതാണ് വേണ്ടത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതല്ലേ. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ ആ ഹാപ്പി ഹോർമോൺ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ PT പീരീഡിനേക്കാൾ കുട്ടികൾ അത് ആഗ്രഹിക്കും. അപ്പൊ അതിന് പറ്റും. നമ്മുടെ ക്ലാസ് ഒരു ഗെയിം ഓറിയന്റഡ് ആയി മാറിക്കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ ഇരിക്കും, ക്ലാസ്സിൽ ശ്രദ്ധിക്കും, അവിടെ ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവർ ഇഷ്ടപ്പെടും. അങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുന്ന, നമ്മുടെ ക്ലാസ്സിലേക്ക് ആകർഷിക്കുന്ന ഒരു ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ വിഭാവനം. പക്ഷെ അതിന് ചെറിയ നമ്മുടെ നിലവിലുള്ള സിസ്റ്റം അതിന് ഒരു 60% ഫേവറബിൾ ആണ് എങ്കിലും ഒരു എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള A+ ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു സിസ്റ്റം അതിന് ചെറിയ രീതിയിൽ വിലങ്ങുതടി ആവുന്നുണ്ട്. എങ്കിലും നമുക്ക് അതും നമ്മൾ സ്വീകരിക്കണം, ആ ഒരു സ്പിരിറ്റും വേണം. ഒപ്പം നമുക്ക് ഈ പറയുന്ന സ്ട്രാറ്റജീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. സാറ് പുസ്തകത്തിൽ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്കിത് ബോധ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു മറ്റു വായനക്കാർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെങ്കിൽ ഒരു പക്ഷേ ഒരു പൊതുവിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു മാറ്റത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ? അധ്യാപകർക്ക് അവർക്ക് ഒരു സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി ഉണ്ടാകും. അപ്പോൾ അതിന്റെ പുറത്തേക്ക് വന്നിട്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമോ? ഇവിടെ ഈ പുസ്തകം അധ്യാപകർക്ക് മാറണമെന്നും അവർക്ക് എന്താ പറയുക അപ്ഡേറ്റഡ് ആവണമെന്നും ചേഞ്ച് ആവണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നതിന്റെ റിഫ്ലക്ഷനാണ് ഈ പുസ്തകം റിലീസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഇതിന്റെ ഭൂരിപക്ഷം കോപ്പികളും വിറ്റു തീർന്നു എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ അധ്യാപകരുടെ ഒരു മനോഭാവത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റമാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. തീർച്ചയായും ഇത് ഒരു ഭരണതലത്തിൽ അതുകൊണ്ട് നയപരമായ മാറ്റം കൊണ്ടുവരണം. അത് നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പരിവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ ഒരു നയപരമായ മാറ്റത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്കതിന്റെ ഫ്രീഡം ഉണ്ട്. അവിടെ അടിസ്ഥാനപരമായ നമ്മുടെ കരിക്കുലത്തിൽ ഒരു വ്യതിചലനം ഇവിടെ ഇല്ല. നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എങ്ങനെ കുട്ടികളിൽ എത്തിക്കുക, അത് വളരെ എന്താ പറയുക കുട്ടികളിൽ ഇഷ്ടം ജനിപ്പിക്കുന്ന രീതിയിൽ അത് കുട്ടികളിൽ എത്തിക്കാനുള്ള പ്രോസസ്സാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഇത് ക്ലാസ് റൂമിൽ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ സ്കൂളിൽ ഇതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കാൻ മറ്റ് അഡീഷണൽ ഫെസിലിറ്റീസിന്റെ ആവശ്യമില്ല. നിലവിലുള്ള ക്ലാസ് റൂമും നിലവിലുള്ള ഫെസിലിറ്റീസും മാത്രം മതി. എങ്കിലും ഈ ഒരു അറിവ് അധ്യാപകരിൽ എത്താൻ സർക്കാർ തലത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇത് വ്യാപകമായി കേരളത്തിൽ ഉടനീളം ഇത് പ്രചരിപ്പിക്കപ്പെടും. എല്ലാ സ്കൂളുകളും എല്ലാ കുട്ടികൾക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. ആ രീതിയിൽ സർക്കാർ തലത്തിൽ ഒരു എന്താ പറയാ ഒരു ഇനിഷ്യേറ്റീവിന് ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഒരുപാട് അധ്യാപകർ വായിച്ചു, അവർ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നു, അവരതിന്റെ ഫീഡ്ബാക്കുകൾ നൽകുന്നു, അവർ വിളിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു സർക്കാരിന്റെ സമീപം എത്തും, ഭാവിയിലെത്തും. അതിന്റെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുവാൻ സമയം പിടിക്കും.
ഈ കാര്യങ്ങൾ സംസ്ഥാന തലത്തിലൊക്കെ വരുവാൻ സമയം പിടിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് പറഞ്ഞതിൽ നിന്നും സർക്കാരിന്റെ പഠന സമ്പ്രദായങ്ങളുണ്ട്, അതിനൊക്കെ മാറ്റം വരാതെ തന്നെ ഒരു അധ്യാപകന് ഒരു പഠിപ്പിക്കുന്ന ശൈലിയുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പഠിപ്പിക്കുന്ന ശൈലിയായിട്ട് ഉപയോഗിച്ചാൽ മതി, അതല്ല ഉദ്ദേശിച്ചത്? അതെ 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 അതെ. ഓക്കെ. അത് മറ്റുള്ളവർക്ക് അത് കസ്റ്റമൈസ് ചെയ്യാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇതൊരു ഫോർമുലയാണ്. ഇത് ഓരോ വിഷയക്കാർക്കും അവരുടേതായ ക്ലാസ് റൂം ഇന്ററാക്ഷൻ അനുയോജ്യമായി കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അനന്തമായ സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ. എന്ന് വെച്ചാൽ അധ്യാപകർക്ക് ഇത് വായിച്ച് നോക്കിയിട്ട് അവരുടേതായ ശൈലിയിലേക്ക് മാറ്റങ്ങൾ വരുത്തി ഇംപ്ലിമെന്റ് ചെയ്യാം. അത് തന്നെ. യെസ്. ഈ പുസ്തകം ഇപ്പോൾ ലഭിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ പുസ്തകം 2 തരത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അഡ്രസ്സും അയച്ചു കഴിഞ്ഞാൽ അത് അവരുടെ വീട്ടിലെത്തും, കൊറിയർ ചെയ്യും. രണ്ടാമത് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പം അതിന്റെ ആമസോൺ ലിങ്ക് നൽകുന്നതാണ്. അപ്പൊ ആമസോണിൽ ലഭ്യമാവും, പേഴ്സണലായിട്ടും നിങ്ങൾക്ക് കൊറിയറായി ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ കേൾവിക്കാർക്ക് ഈ പുസ്തകം വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് പുസ്തകം സ്വന്തമാക്കാം. കൂടാതെ ആമസോണിന്റെ ലിങ്കും ഞാൻ താഴെ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് ഉപയോഗിക്കാം. സർ, ഈ പുസ്തകം എഴുതുമ്പോൾ അങ്ങേക്ക് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഈ പുസ്തകം ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അങ്ങയുടെ ജീവിത പങ്കാളി ഇടയ്ക്ക് അസുഖം ബാധിച്ച് അങ്ങയെ വിട്ടുപിരിഞ്ഞു. അങ്ങനെ പ്രതിസന്ധികൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറെ പേരുടെ സഹായം പ്രോത്സാഹനം ഒക്കെ സാറിന് ഇതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ എടുത്തു പറയാവുന്ന പേരുകൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആദ്യമേ തന്നെ എൻ്റെ വൈഫ് അനു സെബാസ്റ്റ്യൻ എന്നെ ഇടയ്ക്ക് വിട്ടുപിരിഞ്ഞു പോയി. അവളുടെ ഒരു സ്വപ്നമായിരുന്നു, അനുവിന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ പുസ്തകം. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ പറയുന്ന കാര്യം ക്ലാസ് റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുവുമായി ഡിസ്കസ് ചെയ്യും. അനു പറയുന്ന ഇതൊരു പുസ്തകമാക്കി മറ്റ് അധ്യാപകർ കൂടി അറിയുന്ന രീതിയിലാക്കണം എന്ന് പലപ്പോഴും എന്നോട് പറയുകയും അപ്പം അതിനുള്ള എല്ലാ പ്രോത്സാഹനം നൽകും. പക്ഷേ പുസ്തകം റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ എന്നെ വിട്ടുപിരിഞ്ഞു പോയി. തീർച്ചയായും അനുവിന്റെ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഒപ്പം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, അവരൊക്കെ അപ്പൊ എടുത്തു പറയാവുന്നവര് ഇതിന്റെ എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള, ഇതൊരു ഇംഗ്ലീഷ് പുസ്തകമാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ എഡിറ്റിംഗ് എൻ്റെ ഈ ഒരു വിഷ്വൽ ഇമ്പയർമെന്റിന്റെ കാരണത്താൽ എനിക്കത് സ്വന്തമായി എഡിറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തു. കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തത് ജെറീന എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ജെറീനയുടെ സേവനം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ വിനോദ് സാർ ഇപ്പോ കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ ഇൻചാർജാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും ഗൈഡൻസും ഈ ഒരു പുസ്തക രചനയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് അനവധി സുഹൃത്തുക്കൾ, പോസിറ്റീവ് കമ്മ്യൂൺ, എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായ എൻഡവറിനുമൊക്കെ പിന്തുണ നൽകുന്ന പോസിറ്റീവ് കമ്മ്യൂൺ, അതിന്റെ സ്റ്റേറ്റ് ചെയർമാൻ അനിൽ കുരിശിങ്കൽ സർ, അതുപോലെ തന്നെ ഷർഷാ സർ, അവരൊക്കെ എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു പുസ്തകം ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും അവരോടൊക്കെ നന്ദിയുണ്ട്. സർ, ജീവിതത്തിൽ പല പരിമിതികൾ വരുന്ന ആളുകൾ പലപ്പോഴും അവർ ഇൻട്രോവേർട്ടായിട്ട് പുറകിലേക്ക് പോകാറുണ്ട്. പക്ഷെ അങ്ങയെ സംബന്ധിച്ച് താങ്കളൊരു പരിശീലകനാണ്, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്, വിദ്യാർത്ഥികൾക്ക് വളരെ പ്രിയപ്പെട്ട അധ്യാപകനാണ്, അങ്ങയുടെ ക്ലാസ്സിലെ കുട്ടികൾ ആവേശപൂർവ്വം വരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ധാരാളം വായിക്കുന്ന ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ആ പരിമിതിയെ മറികടന്നുകൊണ്ട് ഒരു പുസ്തകം വരെ എഴുതുന്ന രീതിയിലേക്ക് അങ്ങ് വളർന്നു വന്നത്? സാധാരണയായി നമ്മൾ പറയാറുണ്ട് പരിമിതി എന്ന വാക്ക്. നമുക്ക് ഒരു പരിമിതി നമ്മുടെ ഉള്ളിൽ, ഇതിന്റെ സൃഷ്ടാവ് ദൈവം നമുക്കൊരു പരിമിതി നൽകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള സാധ്യതകൾ കൂടി അതിന്റെ ഉള്ളിൽ ഇൻബിൽറ്റായി വെക്കുന്നു. ഇതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്കൊരു പരിമിതി ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടി നമ്മുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ പരിമിതികൾ ഓർത്ത് നമ്മൾ നെടുവീർപ്പിട്ട് ശിഷ്ടകാലം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന പലരെയും നമ്മുടെ ചുറ്റിലുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പരിമിതിയെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പരിമിതികൾ നമ്മളോട് തോൽവി സംഭവിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ ഒരു കാഴ്ചക്കുറവ്, ആ കാഴ്ചക്കുറവ് എന്നത് പരിഹരിക്കാൻ വേണ്ടി, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ദൈവം എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതുപോലെ തന്നെ എന്താ പറയാ, അറിയാനുള്ള ആഗ്രഹം, ക്യൂരിയോസിറ്റി, ഇങ്ങനെ പല സാധ്യതകളും നിറച്ചാണ് ഇവിടേക്ക് അയച്ചിട്ടുള്ളത്. അത് ഞാൻ കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തിയപ്പോൾ എൻ്റെ പരിമിതിയെ ഒരു പരിധി വരെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്താ സാറിനോട് സൂചിപ്പിച്ചതുപോലെ ഒരു പരിശീലകനാകാൻ കഴിഞ്ഞു. 1000-ഓളം
പരിശീലനങ്ങൾ അധ്യാപകർക്ക്, ബിസിനസ്സുകാർക്ക്, ഡോക്ടേഴ്സിന്, എഞ്ചിനീയേഴ്സിന്, അങ്ങനെ പല മേഖലയിലും പരിശീലനങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഒരു RP ആണ്, റിസോഴ്സ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ വിഷ്വൽ ചാനലുകളിൽ പല ചാനലുകളിലും റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം സാധ്യമാക്കിയത് എന്റെ പരിമിതികളെ ഓവർകം ചെയ്യാനുള്ള സാധ്യതകൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഈ പുസ്തകം എഴുതാനും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. അപ്പം ഞാൻ ഇത് ചെയ്യുന്നത് ഒരു സ്ക്രീൻ റീഡർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതാണ്. അപ്പൊ നിങ്ങളൊക്കെ കാണുന്ന കാഴ്ചകളൊക്കെ എനിക്ക് ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടറിൽ കേൾക്കാനാണ് കഴിയുക. അപ്പോൾ അങ്ങനെ കേൾക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് മൊബൈൽ ഫോണിലായാലും ലാപ്ടോപ്പിലായാലും അതിന് ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എ എന്ന് പറയുകയും ആപ്പിൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്ന സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് ആണ് ഈ പുസ്തകം എഴുതിയത്. അപ്പം തീർച്ചയായും പരിമിതികളെ ഓർത്ത് നമ്മൾ നൊമ്പരപ്പെടാതെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കുതിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സമീപകാലത്ത് കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രചോദനപരമായിട്ടുള്ള വാചകങ്ങളാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. കാരണം ദൈവം അല്ലെങ്കിൽ പ്രകൃതി പരിമിതികൾ തരുമ്പോൾ ആ പരിമിതികളെ ഓവർകം ചെയ്യുവാനുള്ള പല കഴിവുകളും കൂടെ തരും. വണ്ടർഫുൾ സർ. അതായത് ദൈവം എന്തെങ്കിലും കുറച്ച് നമ്മൾ അയക്കുമ്പോൾ പലതും നിറച്ച് അയക്കുന്നു എന്നർത്ഥം. ഒരേ പരിമിതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്ക് വലിയ ഒരു പ്രചോദനമാണ് സാറിന്റെ ഈ വാക്കുകൾ. സാറിന്റെ കുടുംബം, കുട്ടികൾ ഒന്ന് ചുരുക്കി പറയാം. എന്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. എനിക്ക് 3 മക്കളും 3 പെൺമക്കൾ എന്ന് പറയാം, പെൺമക്കളാണ്. മൂത്തവൾ ജുവൽ എൽസ ജോജോ എന്റെ സ്കൂളിൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾ മാർവൽ ട്രീസ ജോജോ, അവൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയ മകൾ ഹെയ്സൽ അന്ന ജോജോ, അവൾ UKG സ്റ്റുഡന്റ് ആണ്. ഇതാണ് എന്റെ കുടുംബം. വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിനും ഒക്കെ സഹായത്താൽ, സുഹൃത്തുക്കളുടെ ഒക്കെ സഹായത്താൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. സർ, നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും അവർ അധികവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതും മലയാളത്തിലാണ്. അവർ വായിക്കുന്ന അധിക പുസ്തകങ്ങളും മലയാളത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എന്തുകൊണ്ടാണ് അങ്ങ് ഈ പുസ്തകത്തെ ഇംഗ്ലീഷിൽ ആക്കാൻ തീരുമാനിച്ചത്? അതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന വിഭാഗമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റും ഏറ്റവും കൂടുതൽ കാലം പഠിച്ച വിഭാഗം. കാരണം അവർ +2 കഴിഞ്ഞ് 3-4 വർഷം ഡിഗ്രി, അതിനുശേഷം 2 വർഷം PG, പിന്നെ BEd, സെറ്റ്, അങ്ങനെ ഒരു 8-10 വർഷം കാലം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന് ശേഷമാണ് അവർ അധ്യാപകരാകുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലെല്ലാം അവർ ഇംഗ്ലീഷിൽ പരിജ്ഞാനം നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവരെ സംബന്ധിച്ചുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പുസ്തകം വായിക്കാൻ പ്രയാസമില്ല. ഇത് പുറത്തൊരു എന്താ പറയുക, സാധാരണക്കാരുടെ പുസ്തകമല്ല, അധ്യാപകരുടെ ആയതുകൊണ്ട് തീർച്ചയായും അവർക്ക് ഡൈജസ്റ്റ് ചെയ്യും, അവർ വായിക്കും. രണ്ടാമതായി, നമ്മൾ വായിച്ച ഈ ഒരു പുസ്തക രചനയുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ച് പ്രബന്ധങ്ങൾ, മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കാനിടയിൽ അതെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പൊ ആ ഇംഗ്ലീഷിലുള്ള കണ്ടന്റ് നമ്മളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്വാഭാവികമായും അതിന്റെ ഒരു ആത്മാവ് നഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇംഗ്ലീഷിൽ എഴുതാം എന്ന് വിചാരിച്ചു. മൂന്നാമതായി, ഇത് നമ്മൾ ഈ പറയുന്ന കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ആശയമോ ഒരു പുസ്തകമോ അല്ല എന്ന് മനസ്സിലാക്കുകയും ഇത് ഇന്റർനാഷണലി വിൽക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകമായിരിക്കണം എന്നതിന്റെ ധാരണ കൊണ്ടാണ് ഇത് ഇംഗ്ലീഷിൽ എഴുതാം എന്ന് വിചാരിച്ചത്. എങ്കിലും ഇത് ഉടൻ തന്നെ ഇതിന്റെ മലയാള പരിഭാഷ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർ, ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? എന്റെ സ്കൂള് കണ്ണൂർ ജില്ലയുടെ കിഴക്കേ അതിർത്തിയിലുള്ള കാര്യങ്കോട് പുഴയുടെ തീരത്ത് അറിവിന്റെ ദീപസ്തംഭമായി കഴിഞ്ഞ 51 വർഷങ്ങളായി നിലകൊള്ളുന്ന കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലാണ് അവിടെ വിദ്യാഭ്യാസമുള്ളത്. വളരെ മികച്ച രീതിയിൽ കായിക രംഗത്തായാലും കലാരംഗത്തായാലും സംസ്ഥാന തലത്തിൽ പോലും മെഡലുകൾ നേടുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന, തുടർച്ചയായി 10ലും 10ാം ക്ലാസ്സിലും +2നും ഫുൾ A+ വാങ്ങുന്ന 100% വിജയം നേടുന്ന ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. അവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ എല്ലാവിധ പിന്തുണയും നൽകുന്നു. അതാണ് എന്റെ സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും സർ, ഈ പുസ്തകം അത് കേരളത്തിലെ അധ്യാപകർക്ക് മാത്രമല്ല, സൈക്കോളജിസ്റ്റുകൾ, ബിസിനസ്സുകാർ, രക്ഷാകർത്താക്കൾ തുടങ്ങി ഈ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ തലമുറയെ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടും. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെയും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ തലത്തിൽ ആൽഫ ജനറേഷനെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ചരിത്രം കുറിക്കുന്ന, ധാരാളം പേർക്ക് വെളിച്ചം കാട്ടുന്ന
വലിയ ഒരു ചരിത്ര സംഭവമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും താങ്കളുടെ ഭാവി പുസ്തകങ്ങളിലേക്കും ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് പ്രത്യേകം താങ്ക് യു സോ മച്ച് സർ ഫോർ വണ്ടർഫുൾ കോൺവെർസേഷൻ. താങ്ക് യു വെരി മച്ച്. ഈ ഒരു പരിപാടിയിൽ ചേഞ്ച് മേക്കേഴ്സ് എന്ന് പറയുന്ന പരിപാടിയിൽ വരാനും സംസാരിക്കാനും ഒരു വലിയ ചേഞ്ച് മേക്കർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. എന്നാലും എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിഞ്ഞ വ്യക്തിയാണോ നിങ്ങൾ? ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാൻ കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഈ ലോകത്തിന് ഒരു പ്രചോദനമായി ആവശ്യം. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ചേഞ്ച് മേക്കേഴ്സ് എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിജയത്തിന്റെ കഥ എനിക്ക് അയച്ചു. I will invite you to Change Makers.